ഒരു റീലിന് 20,000 മുതൽ 40,000 രൂപ വരെ. സർക്കാരിനെ അനുകൂലിച്ച് പോസ്റ്റ് ചെയ്യാൻ ഇൻഫ്ലുവൻസർമാർക്ക് പണം വാഗ്ദാനം ചെയ്തോ? അപ്പോൾ ചോദ്യം ഇതാണ്, ചെറിയ അക്കൌണ്ടുകൾക്ക് ഇത്രയും തുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള പ്രമുഖ ഇൻഫ്ലുവൻസർമാർക്ക് എത്ര തുക വാഗ്ദാനം ചെയ്തിട്ടുണ്ടാകും? ഇതിനിടെയാണ് നടിയും ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. പെയ്ഡ് മണി ഇപ്പോഴും എയറിലാണ് സുഹൃത്തുക്കളെ. സോറി, പെയ്ഡ് മണി അല്ല, പേർലി മണി അല്ല, രണ്ടും പറഞ്ഞെന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, അതിൽ തെറ്റൊന്നുമില്ല കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസമാണെങ്കിൽ മറീന മൈക്കിൾ പേർലി മണിക്കെതിരെയാണെങ്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, പേർലി മണിയുടെ ആ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നല്ലോ, എനിക്ക് ഇഷ്ടം നിറം കാവ്യാണ്, ഈ വന്നേക്കുന്ന പ്രൊട്ടസ്റ്റിന് വന്ന ആൾക്കാരുടെ അടുത്തെല്ലാം വീട്ടിൽ പോയിട്ട് സേഫ് ആയിട്ടിരിക്കും എന്നൊക്കെ പറഞ്ഞേക്കുന്ന ആ ഒരു പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം അതിനുശേഷമാണെങ്കിൽ ഭയങ്കര ഒരു കുറേ ക്യാമ്പയിനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അൺഫോളോ അടിക്കാനെ കൊണ്ടും പിന്നീട് അൺസബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ ഇങ്ങനെ ക്യാമ്പയിൻ കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതൊരു പ്രതിഷേധമാണ്. കാര്യം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്തേക്കിന് അതിനെ നിഷ്പക്ഷത സ്വീകരിക്കുകയും അല്ലെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്ത് ആ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ ആണെങ്കിൽ അവർക്ക് അഗൈൻസ്റ്റ് ആയിട്ട് വീട്ടിൽ പോയിരിക്കും എന്നൊക്കെ പറഞ്ഞേക്കുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിമത്തത്തിന്റെ അങ്ങേയറ്റത്തെ ഒരു സംഭവമാണ്. ഇപ്പൊ പേർലി മാണിനെ സംബന്ധിച്ചുള്ള അവരൊരു അഭിപ്രായം പറഞ്ഞു എന്നതിനേക്കാൾ ഉപരി അവരൊരു കാവ്യാവോ അല്ലെങ്കിൽ ചാണകമാവോ അതൊക്കെ അവരുടെ ഇഷ്ടം. പക്ഷേ അതിന്റെ പുറമെ ഇവർ പറഞ്ഞേക്കുന്ന കാര്യം വീട്ടിൽ പോയിരിക്കും എന്നുള്ളത് പറഞ്ഞേക്കുന്ന ഒരു സംഭവമാണ്. അത് കേൾക്കുമ്പോൾ നമുക്ക് പൊളിയും. അവർ വീട്ടിൽ പോയിരുന്നായിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനൊരു കാര്യം നടക്കുമായിരുന്നു. പെയ്ഡ് മാണിനെ പോലുള്ള ആൾക്കാരൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീതി അല്ലാത്ത നിയമം ലംഘിക്കപ്പെടാനുള്ളതാണ്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അപ്പോൾ ഇത് നീതിയുക്തമല്ലാത്ത ഈ നിയമങ്ങൾ നമുക്ക് തെറ്റിക്കാനും അതിനെതിരെ പ്രതിഷേധിക്കാനും ഒക്കെ തന്നെ ഉള്ളതാണ്. അത് തന്നെ അവിടെ നടന്നിട്ടുള്ളത്. ഓക്കെ. ആൻഡ് പേർലി മാണിന്റെ നിങ്ങളൊന്ന് ഫോളോവേഴ്സ് ലിസ്റ്റ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 5.7 മില്യൺ ഒക്കെ നിന്നതിൽ 5.4 മില്യൺ ആയിട്ട് കുറച്ചിട്ടുണ്ട്. അതായത് 3 ലക്ഷത്തോളം ആളുകൾ അൺഫോളോ അടിച്ച് പോയിട്ടുണ്ട്. ഇതൊക്കെ ഈ അൺഫോളോ അടിച്ചേക്കുന്ന അവരുടെ പ്രതിഷേധമാണ്. ഓക്കെ. നിങ്ങളുടെ ഈ ഒരു നിഷ്പക്ഷത ഇത്തരം വിഷയങ്ങളൊക്കെ സ്വീകരിക്കുമ്പോഴത്തേക്കിന് അടിച്ചമർത്തപ്പെടാനെ കൊണ്ട് നിങ്ങൾ സ്വയം നിന്ന് കൊടുക്കുകയാണ്. നിങ്ങളും അങ്ങനെ നിന്നോളൂ എന്ന് പറയുന്ന പോലത്തെ ഒരു പരിപാടിയായിരുന്നു നിങ്ങളുടെ ആ ഒരു പോസ്റ്റിനകത്തോടെ പേർലി മാണി അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഞാനിവിടെ സൈഡിലോട്ടൊരു പ്രൊഫൈൽ ഞാൻ കൊടുക്കാവേ. കെ ക്രിയേറ്റ് എന്ന് പറയുന്ന യൂട്യൂബറാണ്. പുള്ളിക്കാരിയുടെ റീസെൻറ്റ് വീഡിയോ നിങ്ങളൊന്ന് കാണണം. മൈ എക്സ്പീരിയൻസ് അറ്റ് ലാസ്റ്റ് ഡേ ഓഫ് പ്രൊട്ടസ്റ്റ്. ആ ഒരു വീഡിയോ നിങ്ങൾ പോയി ഒന്ന് കാണണം. കാര്യം എന്ന് വെച്ചാൽ ഈവൻ ഈ ഒരു വിധി ഇപ്പം ധർമ്മേന്ദ്ര പ്രധാൻ ആണെങ്കിൽ രാജിവെച്ചു എന്ന് പറഞ്ഞേക്കുന്ന ആ ഒരു ദിവസം പോലും കഴിഞ്ഞ ദിവസം നടന്നേക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. കാരണം കൈക്കകത്തോടൊക്കെ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നൊക്കെ കാണുമ്പോഴത്തേക്കിന് അതിനകത്ത് പല ലേഡീസിൻ്റെ ഒക്കെ കണ്ണൊക്കെ നേരിട്ട് ഭയങ്കര സീനായിട്ടുള്ള നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കേ. എന്തിൻ്റെ പേരിലാണ് ഇവരിത് ചെയ്യുന്നത്? ആൻഡ് ഇപ്പോഴത്തെ ഏറ്റവും നമുക്ക് മറീന മൈക്കിളിന്റെ പോസ്റ്റിലോട്ട് വരാം. അതിന് മുന്നേ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ സംഘപരിവാർ ഹാൻഡിൽസിന്റെ ഒക്കെ ആണെങ്കിൽ പോസ്റ്റുകൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ട് എൻ്റെ പൊന്നട ചിരിച്ചൻ്റെ ഊപ്പാട് വരികയാണ്. കുറെ എണ്ണം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പുലി പതുങ്ങുന്നത് കുതിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. ധർമ്മേന്ദ്ര പ്രധാൻ തന്നെ ഈ ഒരു വിഷയത്തിൽ ഒരു സോറി പോലും ചെയ്തത് തെറ്റാണെന്ന് അയാളുടെ ഭാഗത്തിൽ പറ്റിയേക്കുന്നത് തെറ്റാണെന്നല്ല പറഞ്ഞേക്കുന്നത്. രാജ്യത്തിലെ എന്തുവാ ആന്റി നാഷണൽ എലമെന്റ്സിന്റെ ഒക്കെ ഇതാണെന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് ഇയാൾ ഇതിനകത്ത് ഇട്ടേക്കുന്നത്. ഞാൻ ഒരു ട്രോൾ ഇങ്ങോട്ട് വായിക്കാതെ, ഇത് CJP-യുടെ സമരവിജയമല്ല, മറിച്ച് ജനവികാരത്തെ മാനിക്കുന്ന ഒരു സർക്കാരിന്റെ മറുപടിയാണ്. ജനവികാരവും വിദ്യാർത്ഥികളെയും മാനിച്ച് രാജിവെച്ചതാണ് സർവശ്രീ സർവേന്ദ്രജി, ധ്വജപ്രണാമെന്നും പറഞ്ഞുകൊണ്ട് കുറേ ട്രോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ആ ഒരു മെയിൻ ടോപ്പിക്കിലോട്ട് വരുന്നതിന് വേണ്ടി ഇതൊന്നും നമുക്കൊന്ന് ക്ലിയർ ചെയ്തിട്ട് പോകാം. ഇപ്പൊ ഇങ്ങനെ കുറെ സംഘപരിവാർ എലമെന്റ്സ് പറയുന്നൊരു സംഭവമാണ് ഇത്, നാടിന് വേണ്ടിയിട്ട് അത് ചെയ്തു മറ്റേത്. പേടിച്ച് മുട്ടുമടക്കിയ ഒരു സംഭവത്തെ ന്യായീകരിക്കുകയാണ്. ഇപ്പം ജനവികാരങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ തുടക്കത്തിലേ ഇവർക്ക് ഇത് ചെയ്യാമായിരുന്നു. അപ്പൊ ഇത്രയും ദിവസം വൈകി എന്താണ്? എന്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നിട്ടുള്ളത്? കാര്യം കഴിഞ്ഞ ദിവസം അവധി ദിവസമായിരുന്നു, ശനിയാഴ്ച ദിവസമാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ, അവധിയുള്ള ആളുകൾ അങ്ങോട്ടേക്ക് ഇരച്ചെത്തുകയും അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിനപ്പുറത്തേക്ക് സിറ്റുവേഷൻ മാറുകയാണ്. അപ്പം പലരും പറയുന്നൊരു സംഭവം ഉണ്ട്, ഇവിടെ മേജർ രവി ഒക്കെ പറയല്ലോ, പട്ടാളക്കാരെ അങ്ങോട്ട് ഇറങ്ങും, ഇങ്ങനെ ഞങ്ങൾ കാണിക്കും മറ്റേ എന്നൊക്കെ കുറെ സംഭവം പറയല്ലോ. മാങ്ങാസുലി അങ്ങനൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവർക്ക് ഗണ്ണ് ഇങ്ങനെ പോയിന്റ് ചെയ്തിട്ട് ആൾക്കാരുടെ മുന്നിൽ നിൽക്കാന്നുള്ളതല്ല, അവർക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം പെല്ലറ്റ് ഗണ്ണ് വെച്ച് ഷൂട്ട് ചെയ്തതിന്റെ കുറെ സംഭവങ്ങൾ അവരോട് സൈഡ് ചെയ്തു. എന്നാൽ ഇങ്ങനെ ഈ ആർമീനെ ഇറക്കിയെന്ന് പറഞ്ഞാലും അങ്ങനെ ഒരു സംഭവത്തെ കൺട്രോൾ ചെയ്യാൻ അവർക്ക് പറ്റത്തില്ല. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഇവരൊക്കെ എന്തിനാണ് നമ്മളുടെ ഈ ഒരു കൺട്രിക്കകത്തിരിക്കുന്ന സിവിലിയൻസിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ബോർഡറിൽ പോയി കിടക്കുന്നത്. ഇങ്ങനത്തെ ഫോഴ്സുകളൊക്കെ ഉള്ളത് അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ളവർ ഈ സിവിലിയൻസിനെ തന്നെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുമോ? അങ്ങനെ ഷൂട്ട് ചെയ്തു അവർ ഒരു സൈഡിൽ അവർ ചെയ്തു എങ്കിൽ പോലും ഇങ്ങനെ മാസീവായിട്ടുള്ള രീതിയിൽ നമുക്ക് ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്ന തരത്തിലോട്ടുള്ള ഫയറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഒരു മറ്റൊരു ജാലിയൻ വാലാഗായി മാറുമ്പോഴത്തേക്കിന് ഉണ്ടാവുന്ന ഓൾറെഡി അങ്ങനെ ഒരു പരിപാടി അതിൻ്റെ ഒരു മോഡേൺ വർഷം നമ്മളവിടെ കണ്ടു. എങ്കിൽ പോലും അത് ഈ പറയുന്ന ആൾക്കാരെ ഇല്ലാണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, UNOയിൽ നിന്നും ഇന്ത്യനെ പുറത്താക്കും. ലോക രാജ്യങ്ങളുടെ മുന്നിൽ ഇന്ത്യക്ക് എന്ത് വിലയാണ് ഉണ്ടാവുക? ഒരാളും പട്ടി മൈൻഡ് പോലും കാണിക്കത്തില്ല. ലാസ്റ്റ് ഇന്ത്യക്കകത്തെ ക്രമസമാധാനം പോലും നിലനിർത്താൻ പറ്റാത്ത ഈ ഒരു ഭരണകൂടത്തിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനെ പറ്റിയിട്ട് ലോക രാജ്യങ്ങൾ എന്തായിരിക്കും പറയാം? അവരുടെ മുന്നിൽ നമുക്ക് എന്ത് വിലയായിരിക്കും ഉണ്ടാവുക? കാര്യം അങ്ങനെ ഒരു കാര്യം അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. മാസികമായിട്ട് ഇങ്ങനെ ജനങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്ക് ജനങ്ങൾ വന്നിട്ട് അങ്ങനെ എന്തെങ്കിലും ഫയറിങ്ങോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ട് അവർക്ക് അൺകൺട്രോൾഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലോട്ട് പോകുമ്പോഴത്തേക്കിന് മറ്റൊരു നേപ്പാളായിട്ടോ മറ്റൊരു ബംഗ്ലാദേശ് ആയിട്ടോ ഇന്ത്യ മാറിയേക്കാം.
അങ്ങനെ ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അത്രയും ഭീകരമായിട്ടുള്ള സിറ്റുവേഷനിലോട്ട് ആളുകളെല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് അങ്ങനെ കാര്യങ്ങൾ മാറിയത് കൊണ്ടാണ് ഇവർ പേടിച്ച് മുട്ടുമടക്കേണ്ടി വന്നിട്ടുള്ളത്. അല്ലാതെ ഈ പറയുന്ന ധർമ്മേന്ദ്ര പ്രധാൻ മറ്റേ രാജിക്കകത്ത് എഴുതി വെച്ചത് ഇപ്പം മറ്റേ സംഘപരിവാർ എലമെന്റ്സ് ഒക്കെ വന്നിട്ട് ഞങ്ങളുടെ ജി ആണെങ്കിൽ നാടിന് വേണ്ടിയിട്ട് ചെയ്തു, ഇനി പുലി പതുങ്ങുന്നത് കുതിക്കാൻ വേണ്ടിയാണ്, ഒന്ന് പോടേ അവിടുന്ന്. ഇതൊക്കെ നിങ്ങളുടെയൊക്കെ അണ്ടിമുഖശാഖയിൽ വരുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിങ്ങൾ അത് വിശ്വസിച്ചിരുന്നോ? കൂടുതലൊന്നും പറയില്ല. കഴിഞ്ഞ ദിവസം ഒട്ടകം വന്നിട്ട് മറ്റേ മീഡിയയിൽ ചർച്ചയ്ക്കകത്ത് ഇരുന്നിട്ടാണെങ്കിൽ കുറെ വിവരക്കേടുകൾ കുറെ നേരിട്ടുണ്ടായിരുന്നു. അത് മറ്റേ ആ ന്യൂസ് റിപ്പോർട്ടർ തന്നെ ആണെങ്കിൽ അടിച്ച് അണ്ണാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറെ കോമഡികൾ. ആൻഡ് പേർളി മാണിനെ ഈ ഒരു വിഷയത്തിൽ സപ്പോർട്ട് ചെയ്ത് വന്നേക്കുന്നത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനാണ്. കാരണം ഒരു ചാണകത്തിനല്ലേ മറ്റൊരു ചാണകത്തിനെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. എവരിവൺ ഈസ് എൻറ്റൈൽഡ് ടു ദെയർ ഓൺ ഒപ്പീനിയൻ ആൻഡ് ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഓക്കെ. ഡോണ്ട് ലെറ്റ് differing views take your confidence. Pearly, stay true to yourself, keep your head held high and continue being the kind, genuine person you are. Those who truly know your heart will always value and respect you. Better days are ahead. Keep smiling and stay strong. എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ഡോക്ടർ റോബിൻ ഇട്ടേക്കാണ്. എൻ്റെ പൊന്നു ഡോക്ടർ റോബിൻ കഴിഞ്ഞ ദിവസം കാണിച്ചേക്കുന്ന കോമഡികൾ. ഇനി പേർളി മാണിനെ പറ്റിയിട്ട് മറീന മൈക്കിൾ ഇട്ടേക്കുന്ന ഒരു പോസ്റ്റർ ഞാൻ ഇങ്ങോട്ട് വായിക്കാം. ജന്തർ മന്ദറിൽ നിൽക്കുന്ന ഓരോ സോളിനോടും ഞാൻ നേരിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ടാവില്ല, പക്ഷേ എൻ്റെ ഹൃദയം നിങ്ങളുടെ ഒപ്പമുണ്ട്. ശരിയാണെന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങൾക്കായി ശബ്ദമുയർത്താൻ പൗരന്മാർ ഒന്നിച്ചു കൂടുന്നത് കാണുമ്പോൾ എന്നിൽ സങ്കടവും പ്രതീക്ഷയും ഒരുപോലെ നിറയുന്നു. സങ്കടം കാരണം ഒരു ജനാധിപത്യത്തിൽ ജനങ്ങളുടെ ശബ്ദം കേൾക്കാതിരിക്കരുത്. പ്രതീക്ഷ കാരണം എന്തൊക്കെ സംഭവിച്ചാലും നീതിക്കും മനുഷ്യത്വത്തിനും വേണ്ടി പോരാടുന്നത് അവസാനിപ്പിക്കാത്ത മനുഷ്യർ ഇപ്പോഴും ഉണ്ടല്ലോ എന്നതുകൊണ്ട്. ഒരു സർക്കാർ തെരഞ്ഞെടുക്കപ്പെടുന്നത് ജനങ്ങളെ സേവിക്കാനും അവരുടെ വാക്കുകൾ കേൾക്കാനും അവരെ സംരക്ഷിക്കാനും അവരുടെ ആത്മാഭിമാനം സംരക്ഷിക്കാനുമാണെന്ന് ഞാൻ എപ്പോഴും വിശ്വസിച്ചിട്ടുണ്ട്. സാധാരണക്കാരായ പൗരന്മാർക്ക് തങ്ങളുടെ ശബ്ദം കേൾക്കുന്നതിന് പകരം അത് നിയന്ത്രിക്കപ്പെടുകയോ അവഗണിക്കപ്പെടുകയോ ചെയ്യുകയാണെന്ന് തോന്നുമ്പോൾ ഏറെ സങ്കടകരമാണ്. ആരോഗ്യപരമായ ഒരു ജനാധിപത്യം കൂടുതൽ ശക്തമാകുന്നത് സംവാദങ്ങളിലൂടെയാണ്, അല്ലാതെ ഭയത്തിലൂടെയല്ല. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ വ്യക്തിപരമായ ഒരു കാര്യമാണ്. എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം ഒരു സർക്കാർ മെഡിക്കൽ കോളേജിന് ദാനം ചെയ്യാൻ ഞങ്ങളുടെ കുടുംബം തീരുമാനിക്കുകയുണ്ടായി. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലുള്ള വലിയ വിശ്വാസം കൊണ്ടും അദ്ദേഹത്തിൻ്റെ ഈ അവസാന സമ്മാനം ഭാവിയിലെ ഡോക്ടർമാരെ പരിശീലിപ്പിക്കാനും എണ്ണമറ്റ ജീവനുകൾ രക്ഷിക്കാനും സഹായിക്കുമെന്ന പ്രതീക്ഷയിലുമാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത്. സമൂഹത്തിന് ഞങ്ങളാൽ കഴിയുന്ന സംഭാവന നൽകാനും ഞങ്ങൾ വിശ്വസിച്ച ഒരു സംവിധാനത്തെ പിന്തുണയ്ക്കാനുമുള്ള ഞങ്ങളുടെ വഴിയായിരുന്നു അത്. ഇന്ന് തങ്ങളുടെ ശബ്ദം കേൾക്കാൻ ആളുകൾ അപേക്ഷിക്കുന്നത് കാണുമ്പോൾ എൻ്റെ മനസ്സ് വിങ്ങുകയാണ്. തങ്ങളുടെ ആശങ്കകൾ അംഗീകരിക്കപ്പെടാൻ വേണ്ടി മാത്രം പൗരന്മാർക്ക് ഇത്രയധികം കഠിനമായി പോരാടേണ്ടി വന്നു എന്നത് കാണുന്നത് എന്നെ വേദനിപ്പിക്കുന്നു. നമ്മുടെ പശ്ചാത്തലമോ വിശ്വാസങ്ങളോ തൊഴിലോ എന്തു തന്നെ ആയിരുന്നാലും അനുകമ്പയ്ക്കും ബഹുമാനത്തിനും സമാധാനപരമായി അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനും നാം ഏവരും അർഹരാണ്. സർക്കാരുകളും പൗരന്മാരും ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് പുരോഗതി കെട്ടിപ്പടുക്കുന്നത്, അല്ലാതെ അവർ തമ്മിലുള്ള വിശ്വാസം തകരാൻ തുടങ്ങുമ്പോഴല്ല. സമാധാനപരമായി പ്രതിഷേധിക്കുന്ന എല്ലാവരോടുമായി ദയവായി സുരക്ഷിതരായിരിക്കുക, ഒറ്റക്കെട്ടായി നിൽക്കുക, സമാധാനത്തിൻ്റെയും ആത്മാഭിമാനത്തിൻ്റെയും മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് തുടരുക. ശരിയാണെന്ന് വിശ്വസിച്ച കാര്യങ്ങൾക്കായി നിലകൊള്ളാൻ ധൈര്യം കാണിച്ച് സാധാരണക്കാരായ മനുഷ്യരാൽ തന്നെയാണ് ചരിത്രം പലപ്പോഴും രൂപപ്പെട്ടിട്ടുള്ളത്. അധികാരത്തിലുള്ളവർക്ക് സഹാനുഭൂതി വഴികാട്ടിയാകട്ടെ, വിഭജനത്തിന് മേൽ വിവേകം വിജയിക്കട്ടെ, ഓരോ പൗരൻ്റെയും ശബ്ദത്തിന് അർഹിക്കുന്ന ബഹുമാനം ലഭിക്കട്ടെ. പ്രതീക്ഷയോടും ഐക്യദാർഢ്യത്തോടും കൂടി മറീന മൈക്കിൾ കുരിശിങ്കൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടേക്കുന്ന ഒരു പോസ്റ്റ് ആയിരുന്നു. ഇനി ഇത് കഴിഞ്ഞിട്ട് പേർളി മാണിയുടെ ഈ ഒരു പോസ്റ്റ് വന്നതിന് ശേഷം ഇട്ടേക്കുന്ന ഒരു കാര്യമാണ്, ഒരിക്കൽ നീ എന്നോട് പറഞ്ഞു നീ ഈ ലോകത്തുണ്ടെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു എന്ന്. അതൊരു കുഴപ്പവുമില്ല. അംഗീകാരം എന്നത് ഒരു വ്യക്തിയുടെ മൂല്യത്തിൻ്റെ അളവുകോലല്ല. വിരോധാഭാസം എന്ന് പറയട്ടെ, ഇന്ന് നമ്മൾ ഈ സംസാരിക്കുന്നതിന് കാരണം നിന്റെ സ്വന്തം വാക്കുകൾ തന്നെയാണ് ആളുകളുടെ ശ്രദ്ധ ക്ഷണിച്ചു വരുത്തിയത്. ഞാൻ ആരാണ് എന്നതിലേക്കല്ല, മറിച്ച് നീ അതിനോട് എങ്ങനെ പ്രതികരിക്കാൻ തീരുമാനിച്ചു എന്നതിലേക്ക്. ചിലപ്പോൾ ആരാണ് ആരെ അറിഞ്ഞിരുന്നത് എന്നതിലല്ല കാര്യം, ആരാണ് വിമർശനങ്ങളെ മാന്യതയോടെയും അന്തസ്സോടെയും നേരിട്ടത് എന്നതിലാണ്. പൊതുവ്യക്തികൾ സ്വാധീനം അനുഭവിക്കുന്നത് ജനങ്ങൾ അത് നൽകുന്നത് കൊണ്ടാണ്. ആ സ്വാധീനം വലിയൊരു ഉത്തരവാദിത്തത്തോടു കൂടിയാണ് വരുന്നത്. സമൂഹത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ സംസാരിക്കാൻ നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങളെ ചോദ്യം ചെയ്യുന്നവരെ തരം താഴ്ത്തി മുദ്ര കുത്തുകയോ പരിഹസിക്കുകയോ വ്യക്തിപരമായി ലക്ഷ്യം വെൽക്കുകയോ ചെയ്യാതെ അവരുടെ വിയോജിപ്പുകൾ കേൾക്കാനും നിങ്ങൾ തയ്യാറാകണം. ഒരു പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നത് കൊണ്ട് എഴുതപ്പെട്ട വാക്കുകൾ ഇല്ലാതാകുന്നില്ല. വിമർശകരെ ബ്ലോക്ക് ചെയ്യുന്നത് കൊണ്ട് വിമർശനങ്ങൾ അപ്രത്യക്ഷമാകുന്നില്ല. അത് പുകഴ്ത്തലുകൾ മാത്രം അനുഭവിക്കപ്പെടുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. എല്ലാവരും നിങ്ങളോട് യോജിക്കുമ്പോൾ എത്ര ഉറക്കെ സംസാരിക്കുന്നു എന്നതിലല്ല നേതൃത്വം അളക്കപ്പെടുന്നത്. ആളുകൾ വിയോജിക്കുമ്പോൾ എത്ര ശാന്തമായും സത്യസന്ധമായും നിങ്ങൾ പ്രതികരിക്കുന്നു എന്നതിലാണ്. ഇത് വെറുപ്പിനെ കുറിച്ചല്ല, ആരെയും താഴ്ത്തിക്കെട്ടാനുമല്ല. ജനാഭിപ്രായത്തെ സ്വാധീനിക്കാൻ തങ്ങളുടെ വേദികൾ ഉപയോഗിക്കുന്നവരിൽ നിന്ന് സ്ഥിരതയും ഉത്തരവാദിത്തവും ബഹുമാനവും പ്രതീക്ഷിക്കുന്നതിനെക്കുറിച്ചാണ്. നിങ്ങളുടെ നിലപാട് നീതിയുക്തമാണെങ്കിൽ വസ്തുതകൾ കൊണ്ട് അതിനെ പ്രതിരോധിക്കുക, വിഷയത്തെ അഭിസംബോധന ചെയ്യുക.
ചോദ്യങ്ങൾക്ക് മറുപടി നൽകുക, അല്ലാതെ ചോദ്യം ചോദിക്കുന്ന വ്യക്തിയെ ആക്രമിക്കരുത്. ഇത് തന്നെയാണ് ഇപ്പം പേളിമാണി ചെയ്തേക്കുന്നതാണ്. എല്ലാവരെയും ബ്ലോക്ക് ചെയ്ത് വിടുക കാര്യങ്ങളൊക്കെ. എത്രയോ ലേഡീസ്, പല ആൾക്കാരും വീഡിയോസ് ആയിട്ടൊക്കെ തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു, പേളിമാണിയെ ബ്ലോക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്നിട്ട് പല ട്രോളുകൾ വരുന്നുണ്ട്, ഗൈസ് ഞാനിപ്പോൾ ഒരു ബ്ലോക്കില്, എന്ത് ബ്ലോക്കില്, ട്രാഫിക് ബ്ലോക്ക് ആണോ, അല്ല പേളിമാണിയുടെ ബ്ലോക്ക് ആണെന്ന് പറഞ്ഞാൽ അങ്ങനെ കുറേ ട്രോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പേളിമാണിക്ക് എന്നിട്ട് നേരത്തെയൊക്കെ പറഞ്ഞേക്കുന്ന ഒരു സംഭവമുണ്ട്, ഞാൻ നേരത്തെ ഒരു വീഡിയോ കിട്ടുക ഇപ്പോൾ ഭയങ്കരമായിട്ട് വൈറലാവുന്നതാണ്. I love criticisms, that's what makes me grow. Do you read what people write below? Yeah, I'm somebody who likes all the comments. But does someone filter the bad ones or? Actually, there are no bad ones. Oh, Isn't that normal? like Oh my God! Wow! എന്താ പറയുക, വിറ്റ് സാധനമൊക്കെയാണ്. ഒരു ബാഡ് കമന്റ്സ് പോലും വരാത്ത ദ കിടിലം പേളിമാണി. എന്താണെങ്കിൽ ഇപ്പം എല്ലാം കൂടെ ആ ഒരു 3 ലക്ഷം അൺഫോളോവേഴ്സ് വന്നപ്പോഴത്തേക്കിന് അണ്ണാക്കിലടിച്ച് കിട്ടിയല്ലോ എൻ്റെ പൊന്ന് പേളിമാണി. ഇനി അത് കഴിഞ്ഞ് അടുത്തൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു മറീന മൈക്കിൾ. എനിക്കിപ്പം ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ച എല്ലാവരോടുമായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എനിക്ക് 100 കണക്കിന് സന്ദേശങ്ങൾ ലഭിച്ചു. നിറകണ്ണുകളോടെയാണ് ഞാൻ അതിലെ ഓരോ വാക്കും വായിച്ചത്. വർഷങ്ങളോളം അവരെ വളരെ കുറച്ച് പേർക്ക് മാത്രം അറിയാവുന്ന ഒരു വേദനയും പേരെയാണ് ഞാൻ ജീവിച്ചത്. ഞാൻ എന്നെ തന്നെ ചോദ്യം ചെയ്തു, നിശബ്ദത പാലിച്ചു, മുന്നോട്ട് പോകാൻ ശ്രമിച്ചു. കാരണം ആ മുറിവുകൾ ഉണങ്ങാനുള്ള ഒരേ ഒരു വഴി അത് മാത്രമാണെന്ന് ഞാൻ വിശ്വസിച്ചു. ചില മുറിവുകൾ മറ്റുള്ളവർക്ക് കാണാൻ കഴിയുന്ന പാടുകൾ ബാക്കി വെക്കില്ല, പക്ഷേ അവ ദിവസവും നമ്മോടൊപ്പം തന്നെ ഉണ്ടാകും. എൻ്റെ ശബ്ദത്തിന് വല്ല വിലയുമുണ്ടോ എന്ന് പോലും ഞാൻ സംശയിച്ച നിമിഷങ്ങളായിരുന്നു. ആ അനുഭവം എന്നെ എന്താണ് ചെയ്തതെന്ന് ആരെങ്കിലും എപ്പോഴെങ്കിലും മനസ്സിലാക്കുമോ എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. ഇന്ന് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ലെന്ന് എനിക്കറിയാം. വിധി എഴുതുന്നതിന് മുമ്പ് പറയുന്നത് കേൾക്കാൻ അല്പം സമയം കണ്ടെത്തിയ എല്ലാവർക്കും നന്ദി. വാർത്താ തലക്കെട്ടുകൾക്കും സോഷ്യൽ മീഡിയയിലെ ബഹളങ്ങൾക്കും അപ്പുറമുള്ള ആ മനുഷ്യനെ കണ്ടവർക്ക് നന്ദി. നിങ്ങളുടെ ദയ, അനുകമ്പ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നും വർഷങ്ങളെടുത്താലും സത്യം അതിൻ്റെ സ്വന്തം ശബ്ദം കണ്ടെത്തുക തന്നെ ചെയ്യുമെന്നും എന്നെ ഓർമ്മിപ്പിച്ചു. എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നിറയ്ക്കുന്നത് ഈ തലമുറ ധൈര്യത്തോടെ സംസാരിക്കുന്നത് കാണുമ്പോഴാണ്. ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരവാദിത്തത്തിന് വേണ്ടി നിലകൊള്ളാനും ജനപ്രീതി ഒരാളെയും സഹാനുഭൂതിക്കോ അടിസ്ഥാനപരമായ മനുഷ്യത്വത്തിനോ മുകളിൽ പ്രതിഷ്ഠിക്കരുതെന്ന് ലോകത്തെ ഓർമ്മിപ്പിക്കാനും ഭയപ്പെടാത്ത യുവാക്കളെയാണ് ഞാൻ കാണുന്നത്. അതെനിക്ക് പ്രതീക്ഷ നൽകുന്നു. ഇതൊരിക്കലും പ്രതികാരത്തെക്കുറിച്ചായിരുന്നില്ല, ആരെയും താഴ്ത്തിക്കെട്ടാനുമായിരുന്നില്ല. പറയുന്ന വാക്കുകൾക്ക് പ്രത്യാഘാതങ്ങൾ ഉണ്ടെന്നും മറ്റൊരാൾക്ക് എത്ര നിസ്സാരനായി തോന്നിയാലും ഓരോ വ്യക്തിയും ആത്മാഭിമാനത്തോടെ പരിഗണിക്കപ്പെടാൻ അർഹനാണെന്നും അംഗീകരിക്കുന്നതിനെക്കുറിച്ചായിരുന്നു അതെപ്പോഴും. അഹങ്കാരത്തിന് പകരം ദയയും, അഹന്തയ്ക്ക് പകരം സഹാനുഭൂതിയും, സ്വാധീനത്തിന് പകരം ഉത്തരവാദിത്തവും തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ച് ഒരൊറ്റ ചർച്ചയെങ്കിലും എൻ്റെ ഈ യാത്ര വഴി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ വേദനാജനകമായ വർഷങ്ങൾ പാഴായിപ്പോയില്ലേ എന്ന് കരുതാം. എൻ്റെ കൂടെ നിൽക്കുകയും എന്നെ പ്രതിരോധിക്കുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെ വിശ്വസിക്കുന്നു എന്ന് ലളിതമായി ഒരു സന്ദേശമെങ്കിലും അയക്കുകയും ചെയ്ത എല്ലാവർക്കും നന്ദി. നിങ്ങൾ എന്നെ പിന്തുണയ്ക്കുക മാത്രമല്ല ചെയ്തത്, വളരെ കാലമായി വേദനിച്ചുകൊണ്ടിരുന്ന എൻ്റെ ഒരു ഭാഗം സുഖപ്പെടുത്താൻ കൂടി നിങ്ങൾ സഹായിച്ചു. നിങ്ങളുടെ സ്നേഹം ഞാൻ എന്നും ഉള്ളിൽ സൂക്ഷിക്കും. നിറഞ്ഞ മനസ്സോടെ, മറീന മൈക്കിൾ കുരിശിങ്കൽ. ആൻഡ് ഇതിൻ്റെ ഒപ്പം തന്നെ മറീന മറ്റൊരാളുടെ ഒരു സ്റ്റോറി കൂടി ഉണ്ടായിരുന്നു. ആരതി രാജ് എന്ന് പറയുന്ന വ്യക്തിയുടെ സ്റ്റോറിയാണ്. അത് പേളിമാണിനെ പറ്റിയിട്ട് പറയുന്നതാണ്. ചിലപ്പോൾ വാക്കുകൾക്ക് പ്രകടിപ്പിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ വെളിപ്പെടുത്താൻ കാലത്തിനൊരു വഴിയുണ്ട്. ക്യാമറയ്ക്ക് മുന്നിൽ നിങ്ങളൊരു പ്രതിച്ഛായ ഉണ്ടാക്കിയെടുക്കാം. ദയയെക്കുറിച്ചും സമഗ്രതയെക്കുറിച്ചും മൂല്യങ്ങളെക്കുറിച്ചും സംസാരിക്കാം. പക്ഷേ നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം ഒടുവിൽ വെളിച്ചത്ത് വരിക തന്നെ ചെയ്യും. എനിക്ക് 3 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട്. ഒരു പോസ്റ്റിന് ഞാൻ 3 ലക്ഷം വാങ്ങാറുണ്ട്. നിനക്ക് എത്ര ഫോളോവേഴ്സ് ഉണ്ട് ആരതി എന്ന് എന്നോട് ചോദിച്ചത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി നൽകി, എനിക്ക് മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉണ്ടായിരിക്കില്ല, പക്ഷേ ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ആയിരം സത്യസന്ധരായ മനുഷ്യർ എനിക്കൊപ്പമുണ്ട്. ഫോളോവേഴ്സിനെ പണം കൊടുത്ത് വാങ്ങാം, റീച്ച് ഉണ്ടാക്കിയെടുക്കാം, പ്രശസ്തി സൃഷ്ടിക്കാം. പക്ഷേ വിശ്വാസവും ബഹുമാനവും ക്യാരക്ടറും സമ്പാദിച്ചെടുക്കേണ്ടവയാണ്. നിങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും തമ്മിൽ യോജിക്കുന്നില്ലെങ്കിൽ ഇന്ന് നിങ്ങളെ കൈയടിച്ച് പ്രോത്സാഹിക്കുന്ന അതേ പ്രേക്ഷകർ നാളെ നിങ്ങളെ ചോദ്യം ചെയ്യും. സത്യത്തിന് ശാന്തമായി കാത്തിരിക്കാനുള്ള ഒരു വഴിയുണ്ട്. അതിന് ഉച്ചത്തിൽ വിളിച്ചു കൂവേണ്ടതില്ല. സമയമാകുമ്പോൾ അത് താനേ വെളിപ്പെടും. അത് പുറത്തു വരുമ്പോൾ എത്ര വലിയ സ്വാധീനത്തിനും അതിനെ മറികടക്കാൻ കഴിയില്ല. അപ്പോൾ പേളിമാണി ഒരു ഫോളോവേഴ്സ് കൗണ്ട് വെച്ചിട്ട് ഞാൻ മറ്റേ ഫോളോവേഴ്സ് ഉണ്ട്, നിനക്ക് എന്തുണ്ടെന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനത്തുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചെന്ന് പറയുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് എന്ത് ഇൻറ്റഗ്രിറ്റി, എന്ത് ഡിഗ്നിറ്റി, എന്ത് ക്വാളിറ്റിയാണ് നിങ്ങൾക്കുള്ളത്? നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞതിനേക്കാൾ ഉപരി നമുക്ക് അത്രയും പൊളിഞ്ഞൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വന്നേക്കുന്ന പ്രൊട്ടക്ഷൻ നിൽക്കുന്ന വിദ്യാർത്ഥികളോട് വീട്ടിൽ പോയിരിക്കാൻ പറഞ്ഞേക്കുന്ന ഒരു സംഭവമാണ്. AC മുറിയിലിരിക്കുന്ന നിങ്ങൾക്കത് ചിലപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കിന് വീട്ടിൽ പോയിരിക്കാനെ കൊണ്ട് പറയാനെ കൊണ്ട് തോന്നിയിട്ടുണ്ടായിരിക്കും. എത്ര കിട്ടി നിങ്ങൾക്ക് എന്നെനിക്ക് ഭയങ്കര ഡൗട്ട്ഫുൾ ആയി പോവാണ്. ഞാനൊരു വീഡിയോ ഇങ്ങോട്ട് പ്ലേ ചെയ്യാവേ. ഒരു റീലിന് 20,000 മുതൽ 40,000 രൂപ വരെ. സർക്കാരിനെ അനുകൂലിച്ച് പോസ്റ്റ് ചെയ്യാൻ ഇൻഫ്ലുവൻസർമാർക്ക് പണം വാഗ്ദാനം ചെയ്തോ? വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ വിമർശിച്ചും സർക്കാരിനെ പിന്തുണച്ചും വീഡിയോ ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് എവോറ കമ്മ്യൂണിക്കേഷൻസ് എന്ന പേരിലുള്ള ഇമെയിൽ വിലാസത്തിൽ നിന്ന് സന്ദേശങ്ങൾ ലഭിച്ചതായി നിരവധി ചെറിയ ഇൻഫ്ലുവൻസർമാർ സോഷ്യൽ മീഡിയയിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ്.
സ്ക്രിപ്റ്റ് വിഷ്വൽസും വരെ നൽകാമെന്നും ഒരു റീലിന് 20,000 മുതൽ 40,000 രൂപ വരെ നൽകാമെന്നുമായിരുന്നു അവകാശവാദം. അപ്പോൾ ചോദ്യം ഇതാണ്, ചെറിയ അക്കൌണ്ടുകൾക്ക് ഇത്രയും തുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള പ്രമുഖ ഇൻഫ്ലുവൻസർമാർക്ക് എത്ര തുക വാഗ്ദാനം ചെയ്തിട്ടുണ്ടാകും? ഇതിനിടെയാണ് നടിയും വ്ലോഗറുമായ പെർലി മാണിയുടെ എന്റെ ഇഷ്ടനിറം കാവിയാണ് എന്ന പോസ്റ്റും പിന്നീട് വന്ന പരിഹാസ രൂപത്തിലുള്ള ഗ്രാമർ തിരുത്തൽ സ്റ്റോറിയും വലിയ രാഷ്ട്രീയ ചർച്ചയായത്. എന്നാൽ പെർലിക്ക് പണം ലഭിച്ചുവെന്നോ ഈ ഇമെയിൽ ക്യാമ്പയിനുമായി ബന്ധമുണ്ടെന്നോ തെളിയിക്കുന്ന സ്ഥിരീകരിച്ച വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗിനെക്കുറിച്ചുള്ള വലിയൊരു ചോദ്യം ഈ വിവാദമുയർത്തുന്നു. നമ്മുടെ വ്യൂ, നമ്മുടെ ക്ലിക്ക്, നമ്മുടെ സമയം ഇവയൊക്കെയാണ് സോഷ്യൽ മീഡിയ താരങ്ങളുടെ യഥാർത്ഥ വരുമാനം. അതിനാൽ നിങ്ങൾ പിന്തുണയ്ക്കാത്ത രാഷ്ട്രീയ പ്രചാരണങ്ങൾ നടത്തുന്നവരെ കാണാതിരിക്കാനും അൺഫോളോ ചെയ്യാനും തീരുമാനിക്കുന്നത് വ്യക്തിപരമായ പ്രതിഷേധമാകുമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയൂ. ഇത് കണ്ടപ്പോഴും നമുക്കിപ്പം ഒന്ന് ആലോചിച്ച് നോക്കുക, പേളിമാണി കാവി ഉടുക്കുവോ ചാണകം തിന്നുവോ എന്താന്ന് വെച്ചാൽ ഇവരായിക്കോട്ടെ. അപ്പം ഇവർ ഇത്രയും നാളും ഇങ്ങനത്തെ ഇവരുടെ രാഷ്ട്രീയമൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ആൾക്കാർ ഇത്രയും രോക്ഷകുലരായിട്ട് നിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ ഇവരുടെ കാവ്യാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ഇവർക്ക് എന്തെങ്കിലും കിട്ടിയോ? അപ്പോൾ നോർമലി ഉള്ള ഒരു ക്രിയേറ്ററിനെ സംബന്ധിച്ചുള്ള 20,000 40,000 ഒക്കെ കൊടുക്കാന്നൊക്കെ വന്ന് കുറേ സംഭവങ്ങൾ വരുമ്പോഴത്തേക്കിന് ഇവരെ പോലെ ഒരു ക്രിയേറ്ററിന് 3 മില്യൺ ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന സമയത്തേക്ക് 3 ലക്ഷം രൂപയാണ് ഒരു പോസ്റ്റിന് വാങ്ങുന്നതെന്ന് പറയുമ്പോൾ 5.7 മില്യൺ ഫോളോവേഴ്സ് ഉണ്ടായിരിക്കുന്ന ഇപ്പം 5.4 3 ലക്ഷത്തോളം പോയി. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഇവർ എത്ര രൂപയോളം വാങ്ങിച്ചു എന്നുള്ളത് നമുക്ക് നോർമൽ ഒരു പേഴ്സണ് തോന്നുന്നൊരു ഡൗട്ടാണ്. ഇവർ വാങ്ങിച്ചു എന്നുള്ളത് ഞാൻ തീർത്ത് പറയുന്നതല്ല, നമുക്ക് ഡൗട്ട്ഫുൾ ആയി പോവാണ്. കാര്യം ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പിന്നെ ഒരു അടുത്തൊരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാറ്റേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ആണെങ്കിൽ ഇവർ അപ്രോച്ച് ചെയ്യുന്ന ഇവരുടെ ഒരു PR ടീമൊക്കെ അപ്രോച്ച് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ നേരെ പ്രൊട്ടസ്റ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് പക്ക ഇതായിട്ട് പറയുകയല്ല, ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് എടുത്തിട്ട് ആൾക്കാർക്ക് നിങ്ങൾ പറയുന്നതിൽ എവിടെയൊക്കെ ശരികളുണ്ടെന്നുള്ള രീതിയിൽ തോന്നുന്ന തരത്തിലോട്ട് അങ്ങനെ ഒരു സംഭവങ്ങൾ ഉണ്ടാക്കി വെക്കാനെ കൊണ്ട് ആ ഒരു രീതിയിലാണ് ഇവരുടെ ഒരു പാറ്റേൺ കാര്യങ്ങളൊക്കെ പോയിരിക്കുന്നത്. ആൻഡ് ഇവിടെ പേളിമാണിയുടെ കാര്യം നോക്കുമ്പോഴത്തേക്കിന് ഭയങ്കര ഒരു ഇത് ന്യൂട്രൽ സ്റ്റാൻഡ് എടുത്തിട്ട് മക്കളെ നിങ്ങൾ വീട്ടിൽ പോയിരിക്കൂ എന്ന് പറയുമ്പോഴത്തേക്കിന് ഇത് നിങ്ങൾക്ക് ഇതുപോലെ ഫണ്ട് ചെയ്തു, നിങ്ങൾ പേളിമാണിയാണോ അല്ലെങ്കിൽ നിങ്ങൾ പെയ്ഡ് മാണിയാണോ? ഇവർ മറ്റേ പറയുന്ന ഫെയിൽഡ് ഫിലിം മേക്കർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പേളിമാണിയുടെ പല സിനിമകളും ചെയ്തു വെച്ചേക്കുന്നത് കണ്ടു കഴിയുമ്പോഴത്തേക്കിനും അത്രയും സക്സസ്ഫുൾ ബ്ലോക്ക് ബസ്റ്റർ ആയിട്ടുള്ള പാൻ ഇന്ത്യൻ ലെവലിൽ റീച്ച് കയറിയേക്കുന്ന സിനിമകളാണല്ലോ പേളിമാണി ചെയ്ത് വെച്ചേക്കുന്നത് അല്ലേ. എന്നിട്ട് ഇനി ഇതിൻ്റെ പുറത്ത് സാബുമോൻ പുള്ളി ഇട്ടേക്കുന്നതാണ്, പുള്ളി ഇൻ്റർവ്യൂവിൽ പറഞ്ഞേക്കുന്നതാണ്, പ്രാപ്തിയില്ലാത്ത സമരം CJP മൂവ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, കുറച്ച് പേർക്ക് വേണ്ടിയുള്ള പ്രാപ്തിയില്ലാത്ത സമരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി പറഞ്ഞേക്കാണ്. അവർ ഇൻ്റർവ്യൂവിൻ്റെ ഫുൾ പോർഷൻ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും പുള്ളി എന്തുകൂടി ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ ഞാൻ ആലോചിച്ചു. കാര്യം എനിക്ക് പുള്ളിനെ ഭയങ്കര ഒരു കാര്യമുള്ളൊരു വ്യക്തിയായിരുന്നു. കാരണം വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ഒരു റിയാലിറ്റി ഷോയിലെ ജഡ്ജ് പുള്ളിയായിരുന്നു. എന്നിട്ട് പുള്ളിനെ നമുക്ക് ഭയങ്കര കാര്യമാണ്. പക്ഷേ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ള വെറുതെ കൊണ്ട് കളയരുത്. ഓക്കെ, ഇത് ഇവിടെ പോയിട്ട് ഇത്രയും പേര് പോയേക്കുന്നത് പ്രാപ്തിയില്ലാത്ത സമരം എന്ന് പറയുമ്പോഴത്തേക്കിന് ഇപ്പം വന്നേക്കുന്ന റിസൾട്ട് നിങ്ങൾ കണ്ടല്ലോ. ഓക്കെ, ആൻഡ് ഈ പ്രാപ്തിയില്ലാത്ത സമരം പറയുമ്പോഴത്തേക്കിന് നാളെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ ഫാമിലിയുള്ള ആൾക്കാർ ആശുപത്രിയിൽ പോകുമ്പോഴത്തേക്കിന് അവർക്ക് ചികിത്സകളൊക്കെ കൃത്യമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന പ്രൊട്ടസ്റ്റിന് പോയിട്ട് നല്ല കൃത്യമായിട്ടുള്ള ഒരു സിസ്റ്റം ഇവിടെ നാട്ടിൽ ഉണ്ടാവണ്ടേ? പ്രാപ്തിയില്ലാത്ത സമരം എന്ന് ഇപ്പം കണ്ടോ, ഇതുപോലെ തന്നെ ആയിരുന്നു സംഘപരിവാർ എലമെന്റ്സും പറഞ്ഞുകൊണ്ടിരുന്നത് പ്രാപ്തിയില്ലാത്ത ആൾക്കാരാന്ന്. ഈ പ്രാപ്തിയില്ലാത്ത ഈ പറഞ്ഞ ജെൻസി ആൾക്കാരുടെ ഇപ്പം ഉണ്ടാക്കി വെച്ചേക്കുന്ന മാറ്റങ്ങൾ കണ്ടില്ലേ? സോ വെറുതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യില്ല എൻ്റെ പൊന്നെ സ്ഥാപിച്ചേട്ടാ, എനിക്ക് അത്രേ പറയാനുള്ളൂ. പിന്നെ ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഈ ഒരു പ്രൊട്ടസ്റ്റിൽ നമ്മളെല്ലാവരെയും സപ്പോർട്ട് ചെയ്ത് വന്നേക്കുന്ന പല ഫിലിം സ്റ്റാർസ് ഉണ്ട്. ഞാനിവിടെ സൈലന്റ് ഒരു ഇത് കൊടുക്കാം. അപ്പം ഇതിൽ ഒരാളെയും നമ്മൾ മറക്കാൻ പാടില്ല. ഒപ്പം തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഒരുമാതിരി ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കുന്ന പോലത്തെ ഒരു പരിപാടികൾ കാണിച്ചേക്കുന്ന ഇവരുടെ പോലുള്ള ഈ ടീംസിനെയും നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല, എന്നും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണം. കാരണം നാളെ ഒരിക്കൽ നമുക്ക് ഇതുപോലൊരു സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്തേക്ക് ഈ പറയുന്ന കൂട്ടരെ ഒറ്റ ഒരാളും നമ്മുടെ ഒപ്പം കാണത്തില്ല. നമുക്ക് വേണ്ടി നമ്മൾ മാത്രമേ കാണുള്ളൂ. കാരണം അവർ പ്രിവിലേജ്ഡാണ്, അവർക്കുള്ള ഫണ്ട് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, അവർ നൈസായിട്ട് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. നമുക്കെന്തുണ്ട്, നമുക്ക് വേണ്ടി സംസാരിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. സോ നമ്മൾ ശബ്ദം ഉയർത്തേണ്ടത് തന്നെയാണ്. വൺസ് അഗൈൻ ഐ റിപ്പീറ്റ്, നീതിയുക്തമല്ലാത്ത നിയമം അത് നിഷേധിക്കപ്പെടേണ്ടത് തന്നെയാണ്. അല്ലാതെ പേളിമാണി പറയുന്ന പോലെ വീട്ടിൽ കയറി ഇരുന്ന് ഒളിച്ചിരിക്കാനുള്ളതല്ല. ഓക്കെ, എന്താണെങ്കിലും ഇത്രയും കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു ഡേറ്റ് ആണ്. അപ്പോൾ ശരി, ബൈ.